ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇങ്ങനെ ഈ പറയത്തില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാന്നൊക്കെ. അത് കേട്ടിട്ടാണ് ഇന്നലെ പ്രൈസംഭവം പറഞ്ഞത് വന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രൈസനച്ചാച്ചനാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങളാരും അത് കണ്ടിട്ട് ചിരിക്കരുത്. ഈ പ്രൈസമ്മോൻ്റെ വേലയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടേ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ രാവിലെ പ്രൈസമ്മോനും കൊടുത്തു വിടാനായിട്ട് പ്രൈസമ്മോനും റേച്ചാനും കൊടുത്തു വിടാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ കല്ലെടുക്കാതിരുന്നിട്ട് ഇപ്പോൾ ഉപയോഗിച്ചോണ്ടേ എനിക്കിപ്പോൾ ഇതാ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്തൊരു പ്രത്യേക മണവും നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടാക്കുന്ന ദോശയുടെ ഒരു മണവും ഒരു രുചിയുണ്ട് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കായി. ചപ്പാത്തി ഞാനിതിൽ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ ദോശയൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കുമായിരുന്നു, പിന്നെ അങ്ങ് മെനക്കേടുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. അപ്പോൾ ഇതാ യൂസ് ചെയ്യുന്നത്. ഇതും അതിൻ്റെ അപ്പുറത്തും ഞാനിപ്പം ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ദോശയൊക്കെ എടുക്കാമല്ലേ. അപ്പോൾ ഇഡലി ആയത് ഞാനൊന്ന് എടുത്തിങ്ങനെ മാറ്റി ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ മസാല ഇഡലി ഉണ്ടാക്കുന്നത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൂടെ ഒന്നുണ്ടാക്കി ഇത് ഞാൻ നേരത്തെ എടുത്തു. ഇപ്പോൾ പ്രൈസമ്മോൻ ഇന്നും നാളെയും പിന്നെ ഇനിയും 2-ാം തീയതി ഉള്ളൂ. ഇവിടെ ക്രിസ്മസിനൊന്നും അവധിയില്ലായിരുന്നു ഇവർക്ക്. ഇവന് 2 ദിവസം കണ്ടേ അവധിയുള്ളായിരുന്നു. പക്ഷേ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസിന് അവധിയുണ്ട്. ഇവിടെ ഈ ദീപാവലിക്കും ഇങ്ങനെയുള്ള ഇടയ്ക്ക് കിട്ടുന്ന അവധിയുള്ള, അല്ല ക്രിസ്മസിനൊന്നും ഇല്ല. ഇനി ഞാൻ എൻ്റെ ക്ലിപ്പ് ഇടാമേ. പ്രൈസമ്മോൻ ഇന്നലെ ആപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് എന്നെ കാണിച്ചതാ. ഞാനിവിടെ ഇരിക്കുമായിരുന്നു കട്ടിലേൽ. ഈ ചെറുക്കൻ്റെ വേല കണ്ടോ, കാണിച്ച വേല രാത്രിയിലത്തെ സംഭവമാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ ഇത് പപ്പാടെ മൊബൈലെടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് നിന്ന് അവൻ ആദ്യം അവൻ്റേത് തന്നെത്താൻ ഓരോന്നൊക്കെ കാണിക്കുന്നതുണ്ട്. ഭയങ്കര ചിരിയോടെ ചിരി. ഞാൻ ചോദിച്ചു നോക്കട്ടെടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കാണിച്ചു വെച്ച വേലയാണ്. ഞാൻ പറഞ്ഞു നീ എന്നെ സാന്താക്ലോസ് ആക്കിയോടെ, നീ എന്നെ എന്തോ വേറൊരു പേര് റേച്ചാനും കണ്ടത്. റേച്ചാൻ എന്തോ ചിരി. റേച്ചാൻ പറഞ്ഞു എടാ ഇങ്ങനൊന്നും ചെയ്യല്ല, നീ എന്തുകൂടെ ഈ കാണിച്ച് വെച്ചതെന്നും പറഞ്ഞ് റേച്ചാനും ഓരോന്നൊക്കെ അവരെ പറഞ്ഞു. അപ്പം എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞാനും കഴിഞ്ഞ ദിവസത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറിയും ദോശയും കൂടെ കൂട്ടി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്നോ എൻ്റെ കിച്ചൺ കിടക്കുന്ന കിടപ്പ് കണ്ടോ. രാവിലത്തെ കോലാകലം ഇങ്ങനെ കരിമ്പും കാട്ടി കയറിയ ആന പോലെ. അപ്പോൾ എല്ലാം ഇവിടെ കിടക്കും. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാത്രം കഴുകാനുള്ളതെല്ലാം അങ്ങോട്ട് കഴുകാനിടണം, ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ അടുക്കളയൊക്കെ ഒരുവിധം ക്ലീനാക്കി കുടിക്കാൻ വെള്ളം വെച്ചു. കഞ്ഞിക്ക് അരി അടപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നൊരു അവിയൽ വെക്കാമെന്ന് വെച്ച്. ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് കായും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറകൾ അങ്ങനെ ഏത്തക്ക ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് എനിക്ക് അവിയലെന്നൊരു പേര് മതി. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. നേരത്തെ പോൾമോനും കൊച്ചവനും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം പിള്ളേർക്കും ഇഷ്ടമാണ്, അവരും കഴിക്കും. അവർക്ക് ആ വെളുത്തുള്ളിയൊക്കെ വേവുന്ന സ്മെല്ലുണ്ടല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസമ്മോൻ ഇന്ന് അവിയൽ വെച്ചിട്ട് സ്കൂളിൽ നിന്ന് അവനെ വെച്ച് മമ്മി ചക്ക വേവിച്ചോന്ന്, കപ്പയ്ക്കാന്ന് വെച്ചാൽ കപ്പ വേവിച്ചോന്ന്. കപ്പയുടെയൊക്കെ ഒരു അരപ്പിൻ്റെ മണമല്ലേ. പക്ഷേ പോളിന് അതിൻ്റെ ചാറ് മാത്രം അങ്ങനെ എടുക്കാനാണ് താല്പര്യം. കൊച്ചവന് ഞാൻ ഇങ്ങനെ അവിയലൊക്കെ ഉള്ളപ്പം ഞാൻ കൊടുക്കാൻ നോക്കും, കാരണം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലടിക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ അരപ്പെടുക്കുന്നുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക്. ഞാൻ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി അരയ്ക്കാൻ ഞാനൊരു സവാള അരിഞ്ഞ് അതിൻ്റെ അകത്തിട്ടത്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കും. പണ്ടൊക്കെ നമ്മൾ നാട്ടിലാവുമ്പം അരകല്ലെ അവിയലിനൊക്കെ ചതച്ചെടുക്കുക എന്ന് പറയും. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഈ പിള്ളേർക്ക് ഇത് കഴിക്കേണ്ടിയിട്ട് ഞാൻ അരപ്പ് തേങ്ങയൊന്ന് നന്നായി അരയ്ക്കും. അപ്പം ആ കറികൾക്കൊക്കെ തേങ്ങ നമ്മളിങ്ങനെ കുഴമ്പായിട്ട് എടുക്കാനാണെങ്കിൽ ആ പരുവത്തിൽ നല്ലതാണ്. ഇപ്പം ഇച്ചിരി ചാറായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങ പീരയായിട്ട് കിടക്കും. അത് ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി
ആ ചാറ് ഇത്തിരി കുഴമ്പായിട്ട് കിട്ടേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചൂവിന് അരച്ചെടുക്കും. അപ്പോൾ ഈ ചീനച്ചട്ടി നല്ല ചൂടാ, ഇച്ചിരി ചാറായിട്ട് എടുത്താലും ഇത് തണുത്ത ഉടനെ നന്നായിട്ട് ഇതൊന്ന് കുഴമ്പ് പോലായിരുന്നു. പക്ഷേ ആ കുഴമ്പ് രൂപത്തിലല്ല ഇവർക്ക് വേണ്ടിയത്, ഇവർക്ക് ഇച്ചിരി ലൂസായിട്ടാണ് വേണ്ടിയത്. എനിക്ക് കുഴമ്പ് രൂപത്തിലാണ്. എനിക്ക് അവിയലുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കൂട്ടാനും എടുക്കത്തില്ല. അതുപോലെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അന്ന് ഞാൻ മീൻകറി ഉണ്ടായിരുന്ന മീൻകറി കൂടെ കൊടുത്തിട്ട് ഡാഡി കഴിച്ചില്ല. ഡാഡി ആ മീൻകറി അവിടെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അവിയൽ അവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ, തിളച്ച് എന്നാൽ ഇച്ചിയും കൂടെ നേരം അവിടെ ഇരിക്കട്ടെ, അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ അകത്തൊന്ന് നന്നായി ഇതാവട്ടെ. എന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് തുണി ആയായിരുന്നു, തുണിയൊന്ന് വിരിച്ചിടണം എനിക്ക്. അപ്പം ഞാൻ പോൾമോന് കഴിഞ്ഞ ദിവസം ഡയറ്റിംഗ് എന്ന് പറയില്ല, അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു ചോറ് കുറച്ചിട്ട് കുറേ നടക്കാൻ പറയാൻ. പക്ഷേ അവൻ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ, പിന്നെ ബാക്കി വൈകിട്ടൊക്കെ ചപ്പാത്തിയാണ്. അവൻ നടക്കും. രാവിലെ അവൻ അരമണിക്കൂർ കോളേജിൽ പോകാൻ അങ്ങോട്ട് അരമണിക്കൂർ ഇങ്ങോട്ട് അരമണിക്കൂർ. പിന്നെ ഞാൻ പറയില്ല ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്, അത് ജിമ്മിൽ പോകാനാണേലും നടന്നാണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 40 മിനിറ്റ് കാണും. അതിനുശേഷം ഇവൻ ടൈം ഉണ്ടെങ്കിൽ, ടൈം ഓൾറെഡി ഇല്ല, ഉണ്ടെങ്കിൽ സ്വിമ്മിങ്ങിന് പോവും. പിന്നെ ഇവന്മാർ സൈക്കിൾ അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയേ അങ്ങനെ അവൻ ശരിക്കും നടക്കുന്നുണ്ട്. അവൻ ശരിക്കും, ഞാനൊന്നും അത്ര നടക്കാറില്ല. പണ്ട് നടക്കുമായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ. എൻ്റെ ദൈവമേ എത്ര കിലോമീറ്റർ താണ്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ പകുതി പോലും ഞാൻ നടക്കുന്നില്ല. പക്ഷേ അവൻ നടക്കും കേട്ടോ, അവൻ നന്നായി നടക്കും. അങ്ങനെ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്, പിന്നെ അടുത്ത ട്രിപ്പായി. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. കുറച്ചു നേരം കഴിഞ്ഞാൽ അവിയലൊക്കെ ഇത്തിരി കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് നല്ല കുശാലായിരുന്നു, ഞാനിത് മാത്രം കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ പോൾമോൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിച്ചത്, പിന്നെ വൈകിട്ടാണ് കൊടുത്തത്. അവൻ അന്നേരം ഇച്ചിരി കൂടെ അവന് ഇത്തിരി ലൂസായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവന് ഇച്ചിരി ലൂസാക്കി കൊടുത്ത്. കൊച്ചവൻ വന്നോണേ, ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് വന്നോണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ മക്കളും എല്ലാവരും കൂടെ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. നേരത്തെ ഈ പിള്ളേർ ഞങ്ങൾ 2 പേർക്ക് വേണ്ടി, അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നു. 2 പേർക്ക് വേണ്ടി എന്തും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാക്കും. ഇതൊന്നും ഇവൻ്റെ പപ്പ കഴിക്കാറില്ല. ഇവൻ്റെ പപ്പ എന്നോട് തന്നെ ചിലർ ചോദിക്കും മലയാളി അല്ലേന്ന്. മലയാളി എന്ന് പേരേ ഉള്ളൂ. റീച്ചാൻ ഇങ്ങനെയുള്ള ഈ കപ്പ, മീൻകറി, അവിയൽ ഇതൊന്നും പുള്ളി ഒരു കാബേജും ഒരു മോരുകറിയും ഉണ്ടെങ്കിൽ സുഖം. അല്ല പിന്നെ ബീഫ് ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ അത് വേണം, ഇസ്തരിയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ചിലത് താല്പര്യമില്ല. അത് കഴിക്കാനില്ലെങ്കിൽ വേറെ എന്തുവാന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കും. ഞാൻ പറയില്ല ഈ മത്തങ്ങ കറിയൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. ഒരു ഇച്ചിരി മധുരമായിട്ടുള്ളതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇന്നത് വേണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. എന്തോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ റേച്ചാൻ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ പിന്നെ റേച്ചാൻ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കുവേ. അങ്ങനെ നമ്മൾ മാത്രം നമ്മുടെ കാര്യം നോക്കിയാൽ പോരല്ലേ. അപ്പം നമ്മൾ എന്തോരം ഉണ്ടാക്കുവാണെങ്കിൽ ഞാനൊന്ന് പറയും, ഒന്ന് തിന്ന് നോക്ക്, ഒന്ന് ടേസ്റ്റ് നോക്ക്, അങ്ങനെ പറയുവാണെങ്കിൽ എന്നെ പള്ളു പറയുമെന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കഴിയുക, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയുള്ള രീതിയിൽ. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കത്തില്ലയോ എനിക്ക് തരാതെ അവർ കഴിച്ചെന്നുള്ളത്. അതുപോലെ ഞങ്ങളുടെ ജോസാന്നേലും ചേച്ചിയുടെ ഹസ്ബൻഡാന്നേലും ഇതുപോലെ ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ വേറൊരു ഗുണം ഇവർക്കുണ്ട്. ഞങ്ങൾ 3 പെണ്ണുങ്ങളും എല്ലാവരും ഇതുപോലെ ഞാനങ്ങ് പറഞ്ഞതാണ്, ഭർത്താക്കന്മാരെ നന്നായി കെയർ ചെയ്യും. കാരണം എനിക്കിപ്പം തീരെ വയ്യെങ്കിലും റേച്ചാൻ എന്തെങ്കിലും ഒരു ചുമച്ചാൽ പോലും ഞാൻ എഴഞ്ഞു പോയി ഫ്ലാസ്കിൽ വെള്ളം എടുത്തു കൊടുക്കുകയും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യും. കാരണം ഞാൻ പറയും നിങ്ങൾ ലക്കുള്ളവരാണ്. കാരണം അവർക്ക് നമ്മളെ കെയർ ചെയ്യും, പക്ഷേ പുറമേ നമ്മൾ എന്തെങ്കിലും വന്നാൽ നമ്മളങ്ങ് ഒത്തിരി സീരിയസ് ആവും. പക്ഷെ അത്രയും സീരിയസ് റേച്ചാൻ ആവത്തില്ല. റേച്ചാൻ എന്തെങ്കിലും വയ്യാങ്കിലും റേച്ചാൻ അത്ര സീരിയസ് ആക്കത്തില്ല. ഞാൻ അന്നേരം പറയും അവധിയെടുത്ത് വീട്ടിൽ ഇരിയാതെ. പക്ഷേ അത് അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അവർ ജോലിക്കൊക്കെ പോവും. അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വയ്യെങ്കിൽ പറയും നീ കിടന്നോ, അങ്ങനെയൊക്കെ ഉള്ളത് പറയും. പക്ഷെ ഒന്നും ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല. ഒരു മുട്ട കുറിച്ച് ചെയ്യാനറിയാം, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യാനേ അറിയത്തുള്ളൂ. പക്ഷേ പറയും ഒന്നും ചെയ്യേണ്ട, എന്നാൽ എണീറ്റ് എനിക്ക് ചെയ്ത് തന്നേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഈ വീട്ടിൽ ആർക്കും ഇല്ല. ആർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഡാഡിയേയും കൂടെ ഉദ്ദേശിച്ചത്. പിള്ളേർക്ക് പിന്നെ ഒന്നും അറിയത്തില്ലല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യാതിരുന്നുണ്ട്. പോൾമോൻ പറയാം രാത്രി
മമ്മി രാത്രിലത്തെ കോഫി മമ്മി ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാം, അത്രേ അവൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.